ആലുവയിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ രണ്ടുപേർ കസ്റ്റഡിയിലായി. പ്രതികൾക്ക് വാഹനം കൈമാറിയെന്ന് സംശയിക്കുന്നവരാണ് ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുന്നത്. സാമ്പത്തിക ഇടപാടാണ് തട്ടിക്കൊണ്ടുപോകാൻ പിന്നിലെന്നാണ് പോലീസ് പറയുന്നത്. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുന്നു. വിഷ്ണു, കിട്ടിയ വിവരങ്ങൾ. SKN നിലവിൽ ഈ ആലുവയിലെ തട്ടിക്കൊണ്ടുപോകലുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ തൃശ്ശൂരിൽ നിന്ന് ആലുവ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഈ തട്ടിക്കൊണ്ടുപോകൽ സംഘത്തിലുണ്ടായ ആളുകൾക്ക് വാഹനം കൈമാറിയത് ഇവരാണ് എന്നൊരു സംശയത്തിലാണ് ഇവരെ കസ്റ്റഡിയിൽ എടുത്തത്. നിലവിൽ ചോദ്യം ചെയ്ത് വരികയാണ്. ഇവർക്ക് ഈ വാഹന വിൽപ്പനയുമായി ബന്ധപ്പെട്ട് നിരന്തരം അത്തരം കച്ചവടത്തിൽ ഏർപ്പെടുന്ന ആളുകളാണ് ഈ കസ്റ്റഡിയിലുള്ള ആളുകളെന്ന് വ്യക്തമാക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പോലീസ് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത് ഇത് ഒരു സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള തട്ടിക്കൊണ്ടുപോകൽ തന്നെ എന്നൊരു സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തുന്നുണ്ട്. ഒപ്പം ചില സൂചനകൾ ലഭിക്കുന്നത് ഒരു 40 വയസ്സുള്ള ഒരു ഇതര സംസ്ഥാനക്കാരനെയാണ് തട്ടിക്കൊണ്ടുപോയെന്നൊരു സൂചന ലഭിക്കുന്നുണ്ട്. അത് അനൌദ്യോഗികമാണ്, സ്ഥിരീകരിച്ചിട്ടില്ല. പ്രതികളെ എന്തായാലും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഉടൻ അറസ്റ്റ് ചെയ്യാനാകും എന്നൊരു പ്രതീക്ഷയിലാണ് പോലീസ് ഉള്ളത്. പ്രതികളിലേക്ക് എത്തിയ ശേഷമായിരിക്കും ഇതിന്റെ ഒരു സ്ഥിരീകരണത്തിലേക്ക്, അതായത് എന്തായിരുന്നു ഈ സാമ്പത്തിക പ്രശ്നങ്ങൾ, ആരെയാണ് തട്ടിക്കൊണ്ടുപോയത്, അക്കാര്യങ്ങളിലേക്ക് പോലീസ് എത്തുകയുള്ളൂ. വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. പെട്ടെന്ന് പ്രതികളിലേക്ക് എത്താനാകുമെന്നാണ് പോലീസ് വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന. താങ്ക് യു. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.